ഹലോ, എല്ലാവർക്കും നമസ്കാരം. തക്കാളി ചോറ് റേഷൻ അരി കൊണ്ടുണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? സംഭവം സൂപ്പറാണ്. ഈ കേൾക്കുന്നത് പോലൊന്നുമല്ല. കഴിച്ചാൽ പിന്നെ പ്ലേറ്റ് കാലിയാകുന്ന വഴി അറിയില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ തക്കാളി ചോറിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും തക്കാളി ചോറിന് അത്യാവശ്യം നല്ലൊരു മണവും രുചിയും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി ഒരു 6 ഗ്രാമ്പൂ, 6 ഏലയ്ക്ക, 3 ചെറിയ കഷ്ണം കറുവപ്പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 2.5 ടീസ്പൂൺ, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, ഇവ രണ്ടും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതായത് ഈ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയുടെ എല്ലാം ആ ഒരു പച്ചമണം മാറി നല്ലതുപോലെ മൂത്ത് ചുവന്ന് വരുന്നത് വരെ വേണം മൂപ്പിക്കാൻ. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നല്ലതുപോലെ മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വഴറ്റി തുടങ്ങാം. സവാള എത്രത്തോളം നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇവിടെ നമ്മൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ വഴറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സവാള വഴണ്ട് കിട്ടാനെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായ മസാലക്കൂട്ടുകൾ കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ചേർത്ത് കൊടുക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവ മൂന്നും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവാളയിലേക്കിട്ട് ഇളക്കി തുടങ്ങാം. ഇങ്ങനെ ഈ ചേർത്ത് കൊടുത്ത മസാലക്കൂട്ട്, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇവ മൂന്നും മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് 6 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അങ്ങനെ ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒടുവിലായിട്ട് ഇതിലേക്ക് പെരിഞ്ചീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് വഴറ്റി തുടങ്ങാം. ഇങ്ങനെ ഈ ചേർത്ത് കൊടുത്ത തക്കാളിയും കൂടി നല്ലതുപോലെ വെന്ത് വഴണ്ട് കുഴഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ച 500 ഗ്രാം റേഷൻ അരി ഇട്ട് കൊടുക്കാം. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് റേഷൻ അരി വേണ്ട എന്നാണെങ്കിൽ അതിന് പകരമായി കൈമ റൈസോ ബസ്മതി റൈസോ എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഈ റേഷൻ അരി നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതോടൊപ്പം ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് തീ ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നിങ്ങൾ എടുക്കുന്നത് ഏതരിയോ ആകട്ടെ, ഇതുപോലെ 2 മിനിറ്റ് തീ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അരി വെന്തതിന് ശേഷം പരസ്പരം ഒട്ടിച്ചേർന്ന് പോകാനുള്ള സാധ്യത കുറയ്ക്കാം. അങ്ങനെ ഇവിടെ ഈ അരിയും മസാലക്കൂട്ടുകളും എല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി വേവാനാവശ്യമായ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 1.25 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. അരിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് അത് നിങ്ങൾ എടുക്കുന്ന അരിയുടെ വേവിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റോളമായി അരിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടി. എന്നാലും അതിലെ ഒരു ജലാംശമെല്ലാം ഇപ്പോഴും ബാക്കിയുണ്ട്. അതൊന്ന് കുറയ്ക്കാനായി പാത്രം അടച്ചു വെച്ച ശേഷം തീ ലോ ഫ്ലെയിമിലേക്കിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും അതിലെ ഈർപ്പമെല്ലാം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ 5 മിനിറ്റും കഴിഞ്ഞു. നമ്മുടെ തക്കാളി ചോറ് കറക്റ്റ് പരുവത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒടുവിലായി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ഈസി ടേസ്റ്റി തക്കാളി ചോറ്, റേഷൻ അരി കൊണ്ടുള്ള തക്കാളി ചോറ് റെഡിയായി കിട്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. റേഷൻ അരി എന്ന് വെച്ച് മോശമൊന്നും കരുതണ്ട, സംഭവം സൂപ്പറാണ്. അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.